friends, welcome to English Tuition Home. Today we will take the first lesson from the unit Glimpses of Green. First we have a short story written by Ruskin. The story is titled Adventures in a Banyan Tree. It is a wonderful story. Though the house and grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine, chiefly because grandfather at the age of 65 could no longer climb it. നാട്ടിലെ ഇന്ത്യയിലെ ഞങ്ങളുടെ വീടും പറമ്പും മുത്തച്ഛൻ്റെ അധികാരപരിധിയിൽ വരുന്നതാണെങ്കിലും ആ ബനിയൻ ട്രീ മാഗ്നിഫിസൻ്റ് എന്നാണ്, ഗംഭീരമായ വളരെ വലിയ ആ ബനിയൻ ട്രീ എൻ്റേത് മാത്രമായിരുന്നു. ഇതിൻ്റെ കാരണം 65-ാമത്തെ വയസ്സിലെ മുത്തച്ഛന് ആ ബനിയൻ ട്രീയിൽ കയറാൻ കഴിയുമായിരുന്നില്ല. ഗ്രാൻഡ് മദർ യൂസ് ടു ടീസ് ഹിം അബൌട്ട് ദിസ്. മുത്തച്ഛനെ മുത്തശ്ശി ഒരു കാര്യം പറഞ്ഞ് കളിയാക്കാറുണ്ട്. And would speak of a certain countess of Desmond. ഡെസ്മണ്ടിലെ ഒരു പ്രൊഫിയെക്കുറിച്ച് പറഞ്ഞാണ് മുത്തശ്ശി മുത്തച്ഛനെ കളിയാക്കാറുള്ളത്. An English woman who lived to the age of 170. 117 വയസ്സ് വരെ ജീവിച്ചൊരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞ മുത്തശ്ശി കളിയാക്കാറുണ്ട്. And would have lived longer if she hadn't fallen while climbing an apple tree. 117 വയസ്സ് വരെ ജീവിച്ചിട്ടും വീണ്ടും ഇനിയും കൂടുതൽ കാലം അവർ ജീവിച്ചേനെ ഒരു ബനിയൻ ട്രീയിൽ കയറാൻ ശ്രമിക്കവേ വീണു മരിച്ചില്ലായിരുന്നുവെങ്കിൽ. The spreading branches of the banyan tree which curved to the ground and took root again. പടർന്നു പന്തലിച്ച ആ ബനിയൻ ട്രീയിൽ നിന്നും താഴേക്ക് വേരിറങ്ങിയിരുന്നു. Forming a maze of arches. അത് ചില കുറുക്കു വഴികൾ ഉണ്ടാക്കിയിരുന്നു, അതിൽ പിടിച്ച് ജീവികൾക്ക് കയറാൻ പറ്റും. Gave me endless pleasure. വളരെ സന്തോഷം എനിക്ക് നൽകിയിരുന്നു. The tree was older than the house, older than grandfather, as old as the town of Dera. വീടിനേക്കാളും മുത്തച്ഛനേക്കാളും പ്രായമുണ്ട് ബനിയൻ ട്രീക്ക്. ഡെറാഡൂൺ പട്ടണത്തോളം പഴക്കമുണ്ട്. Nestling in a valley at the foot of the Himalayas. ഹിമാലയ താഴ്വരയിലാണ് ഈ ബനിയൻ ട്രീയുടെ നിൽപ്പ്. My first friend and familiar was a small grey squirrel. എൻ്റെ ആദ്യത്തെ കൂട്ടുകാരൻ ഒരു ചാരനിറമുള്ള കുഞ്ഞ് അണ്ണാനാണ്. Arching his back and sniffing into the air, he seemed at first to resent my invasion of his privacy. അപ്പോൾ മുതുക് വളച്ചുകൊണ്ട് ഇങ്ങനെ ഓടിക്കളിക്കുന്ന അവൻ ആദ്യം ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ തൻ്റെ പ്രൈവസിയിലേക്ക് ഞാൻ കടന്നു കയറുകയാണെന്ന് കരുതി അടുപ്പം കാണിച്ചില്ല. But when he found that I did not arm myself with a catapult or air gun, അവൻ പിന്നീട് തിരിച്ചറിഞ്ഞു എൻ്റെ കയ്യിൽ ഒരു എയർ ഗണ്ണോ കാറ്റപ്പൽറ്റ് കവണ തെറ്റാലിയോ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ he became friendlier. അവൻ വളരെയധികം ഞാനുമായി സുഹൃത്തായി മാറി. And when I started leaving him pieces of cake and biscuit, he grew bolder and finally became familiar enough to take food from my hands. ഞാൻ അവന് കേക്കിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയും ഒക്കെ കഷ്ണങ്ങൾ നൽകി തുടങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വന്ന് ആഹാര സാധനങ്ങൾ എടുക്കത്തക്കവണ്ണം ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിലായി. Before long he was delving into my pockets and helping himself to whatever he could find. അധികം വൈകാതെ delving means searching. അവൻ എൻ്റെ പോക്കറ്റിൽ വന്ന ആഹാര സാധനങ്ങൾ തിരഞ്ഞു കണ്ടെത്താൻ തുടങ്ങി. He was a very young squirrel and his friends and relatives probably thought him headstrong and foolish for trusting in a human. ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ തക്കവണ്ണം താൻ ഒരു വിഡ്ഢിയും എടുത്തുചാട്ടക്കാരനുമാണെന്ന് അവൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും കരുതിയിട്ടുണ്ടാകും. In the spring, when the banyan tree was full of small red figs, birds of all kinds would flock into its branches. വസന്തകാലമാകുമ്പോൾ ബനിയൻ ട്രീയിൽ അത്തിപ്പഴം നിറയുമ്പോൾ എല്ലാത്തരം പക്ഷികളും അങ്ങോട്ടേക്ക് പറന്ന് വരും. The red-bottomed bulbul, cheerful and greedy. red-bottomed bulbulum, gossiping rosy pastors and parrots and crows. ഈ പറഞ്ഞ തത്തയും കാക്കയും റോസി പാസ്റ്റേഴ്സും ഒക്കെ ഈ ബനിയൻ ട്രീയിൽ വരും. Squabbling with each other all the time. പരസ്പരം സ്ക്വാബ്ലിംഗ് എന്താണ്? കലഹിക്കുക, ചിരച്ചുകൊണ്ട് മുഴുവൻ സമയവും അവിടെ ചെലവഴിക്കും. During the fig season, the banyan tree was the noisiest place on the road. ഫിഗ് സീസൺ ആയി കഴിഞ്ഞാൽ, അത്തിപ്പഴം പൂക്കുന്ന സമയമായി കഴിഞ്ഞാൽ ആ പ്രദേശത്തെ ഏറ്റവും തിരക്കുള്ള സ്ഥലമാണ് ഈ ബനിയൻ ട്രീ. Halfway up the tree, I had built a small platform on which I would often spend the afternoons when it wasn't too hot. അപ്പോൾ ആ മരത്തിൻ്റെ പകുതിക്ക് വെച്ച് ഞാനൊരു ചെറിയ ഇരിക്കാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം പണിതിട്ടുണ്ട്. അപ്പോൾ അത്ര ചൂടില്ലാത്ത ഉച്ച നേരങ്ങൾ അവിടെ ചിലവഴിക്കും. I could read there, അവിടെ നിന്ന് വായിക്കാം. Propping myself up against the bole of the tree.
വിത്ത് കുഷ്യൻസ് ടേക്കൺ ഫ്രം ദ ഡ്രോയിങ് റൂം. ഡ്രോയിങ് റൂമിൽ നിന്ന് കൊണ്ടുവന്ന കുഷ്യൻസ്, തലയണകൾ ചാരി അതിലിരുന്ന് ഞാൻ വായിക്കാറുണ്ട്. Treasure Island, Huckleberry Finn, The Mowgli Stories and the novels of Edgar Rice Burroughs and Louisa May Alcott made up my bag of very mixed reading. അദ്ദേഹം റസ്കിൻ ബോണ്ട് വായിച്ചിരുന്ന പുസ്തകങ്ങൾ ട്രഷർ ഐലൻഡ്, റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എന്നൊരു ഓതറിന്റെ നോവലാണ്. ഹക്കിൾബെറി ഫിൻ, അത് മാർക്ക് ട്വെയിൻ്റെ ഒരു നോവലാണ്. ദ മൗഗ്ലി സ്റ്റോറീസ്, നമുക്കറിയാം റുഡ്യാർഡ് കിപ്ലിങ്ങിന്റെ ഒരു ഷോർട്ട് സ്റ്റോറീസ് ആണ്. And the novels of Edgar Rice Burroughs and Louisa May Alcott, അമേരിക്കൻ റൈറ്റേഴ്സ് ആണ്. അവരുടെയൊക്കെ പുസ്തകങ്ങളാണ് ഇദ്ദേഹം വായിക്കാറുള്ളത്. When I did not feel like reading, വായിക്കാത്തപ്പോൾ, I could look down through the banyan leaves at the world below. അപ്പോൾ ബനിയൻ ലീവ്സിലൂടെ ഞാൻ താഴേക്ക് നോക്കും. At grandmother hanging up or taking down the washing, അപ്പോൾ മുത്തശ്ശി തുണി വിരിക്കുകയോ എടുക്കുകയോ ആവാം. At the cook quarreling with the fruit vendor, or grandfather grumbling at the hardy Indian marigolds which insisted on springing up all over his very English garden. ഒന്നുകിൽ കുക്ക് പച്ചക്കറി കടക്കാരനുമായിട്ട് തർക്കിക്കുന്നത് കാണാം, അല്ലെങ്കിൽ മുത്തശ്ശൻ ഇന്ത്യൻ മേരിഗോൾഡ്സ് അദ്ദേഹത്തിന്റെ ഗാർഡനിൽ ഈ പറയുന്ന ചെടി പടരുന്നതിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ ഇഷ്ടക്കേട് അവയുമായി പങ്കുവെക്കുന്നതൊക്കെ ബനിയൻ ട്രീയിൽ ഇരുന്ന് എനിക്ക് കാണാം. Usually nothing very exciting happened when I was in the banyan tree. സാധാരണ ഞാൻ ബനിയൻ ട്രീയിൽ ഇരിക്കുമ്പോൾ അത്ര എക്സൈറ്റിംഗ് ആയ ഒന്നും കാണാറില്ല. But on one particular afternoon I had enough excitement to last me through the summer. പക്ഷേ ഒരു ദിവസം ഉച്ചയ്ക്ക് വളരെ എക്സൈറ്റിംഗ് ആയ ആ വസന്തകാലം, സമ്മർ വേനൽക്കാലം മുഴുവൻ ഓർത്തിരിക്കുന്ന ഒരു സംഭവം കാണാനിടയായി. That was the time I saw a mongoose and a cobra fight to death in the garden. അന്ന് ഒരു മങ്കൂസ്, കീരിയും കോബ്ര മൂർഖനും തമ്മിൽ മരണം വരെ പോരാടിയ ഒരു സംഭവമാണ്. While I sat directly above them in the banyan tree. അപ്പോൾ ബനിയൻ ട്രീയിൽ ഇരുന്ന് ഞാൻ ഇതെല്ലാം കാണുന്നു. It was an April afternoon. ഏപ്രിൽ മാസത്തെ ഒരു ദിവസം ഉച്ച. And the warm breezes of approaching summer had sent everyone, including grandfather, indoors. അപ്പോൾ വരാനിരിക്കുന്ന വേനൽക്കാലത്തിന്റെ ചൂട് കാറ്റ് വീശുന്ന സമയത്ത് ഗ്രാൻഡ് ഫാദർ ഉൾപ്പെടെ എല്ലാവരും ചൂട് കാരണം വീടിനുള്ളിലേക്ക് പോയിരിക്കുകയാണ്. I was feeling drowsy. Drowsy means sleepy. എനിക്ക് ഉറക്കം വന്ന് തോന്നി. I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim. വീട്ടിന് പിന്നിലുള്ള കുളത്തിൽ പോയി ഒന്ന് മുങ്ങിക്കുളിച്ചാലോ എന്ന് ഞാൻ കരുതി. When I saw a huge black cobra gliding out of a clump of cactus. അപ്പോഴാണ്, that was the time when I saw a huge black cobra gliding outside from a cactus plant. ഒരു കള്ളിമുൾ ചെടി, അതിൽ നിന്നും ഒരു മൂർഖൻ പാമ്പ് പുറത്തേക്ക് ഇഴഞ്ഞു വരുന്നു. And making for some cooler part of the garden. കുറച്ചുകൂടി തണുപ്പുള്ള ഗാർഡന്റെ ഒരു ഏരിയയിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. At the same time a mongoose, whom I had often seen, emerged from the bushes and went straight for the cobra. അപ്പോഴാണ്, ആ മൊമെന്റിലാണ് ഞാൻ പതിവായിട്ട് കാണാറുള്ള ഒരു കീരിയും വന്ന് ഈ പാമ്പിനെ ഫേസ് ചെയ്ത് നിൽക്കുന്നത്. In a clearing beneath the tree, in bright sunshine, they came face to face. അപ്പോൾ ആ മരത്തിന്റെ മുകളിലിരുന്ന് എനിക്ക് നിലത്ത് ഈ കാഴ്ച കാണാം. നല്ല ഉച്ചയാണെന്ന് പറഞ്ഞു, സൺഷൈൻ ഉണ്ട്. ആ സമയത്ത് ഇവർ രണ്ടുപേരും വന്ന് ഫേസ് ടു ഫേസ് നിന്നു. Cobra knew only too well that the grey mongoose 3 feet long was a superb fighter. പാമ്പിനെ നന്നായി അറിയാം, 3 അടി നീളമുള്ള ഇവൻ നല്ലൊരു ഫൈറ്ററാണ്. Clever and aggressive. ബുദ്ധിയുള്ള, അഗ്രസീവ് എന്താണ്, നല്ല അറ്റാക്കിംഗ്, ആക്രമണ സ്വഭാവമുള്ള ആളാണ് ഈ മങ്കൂസ് എന്ന് മൂർഖന് അറിയാം. But the cobra was skillful and experienced fighter too. പക്ഷേ മൂർഖനും നല്ല സ്കിൽഫുൾ ആണ്, എക്സ്പീരിയൻസ്ഡ് ആയ പോരാളിയാണ്. He could move swiftly and strike with the speed of light. ലൈറ്റിന്റെ സ്പീഡിൽ അറ്റാക്ക് ചെയ്യാൻ കോബ്രയ്ക്ക് കഴിയും. And the sacs behind his long sharp fangs were full of deadly venom. പാമ്പിന്റെ സാക്സ്, വിഷസഞ്ചി, പറയേണ്ട കാര്യമില്ല, ഉഗ്രവിഷമുള്ള വെനം ഉണ്ട്. It was to be a battle of champions. വിജയികൾ തമ്മിലുള്ള പോരാട്ടമായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. Hissing defiance. Defiance എന്നാണ് arrogance, വല്ലാത്ത അവഗണന കാണിച്ചുകൊണ്ട്. His forked tongue darting in and out. അപ്പോൾ പാമ്പ് തന്റെ നാവ് പുറത്തേക്കും അകത്തേക്കും ചലിപ്പിച്ച്.
The cobra raised 3 of his 6 feet off the ground. അപ്പോൾ തൻ്റെ 6 അടി നീളമുള്ള ലെങ്തിൽ നിന്നും ഒരു 3 അടി ഉയർന്ന് പാമ്പ് തിന്നു. And spread his broad spectacled hood. തൻ്റെ വിശാലമായ കണ്ണാടി പോലെ തിളങ്ങുന്ന പത്തി വിടർത്തി കോബ്ര നിന്നു. The mongoose bushed his tail. മംഗൂസ് വാലാട്ടി. The long hair on his spine stood up. അപ്പോൾ നമ്മുടെ മംഗൂസിന്റെ മുതുകത്തുള്ള സ്പൈനിലുള്ള കട്ടിയുള്ള ഹെയർ വിടർത്തി നിൽക്കുകയാണ് മംഗൂസ്. In the past, the very thickness of his hair had saved him from bites that would have been fatal to others. മുമ്പ് പലതവണയും ഈ ഉഗ്ര കട്ടിയുള്ള രോമമാണ് പല ആക്രമണങ്ങളിൽ നിന്നും നമ്മുടെ മംഗൂസിനെ സേവ് ചെയ്തിട്ടുള്ളത്. Though the combatants were unaware of my presence in the banyan tree, they soon became aware of the arrival of 2 other spectators. എന്റെ പ്രസൻസ് അവർ അറിഞ്ഞിരുന്നില്ല എങ്കിലും മറ്റ് 2 കാഴ്ചക്കാരുടെ വരവ് അവർ അറിഞ്ഞു. സ്പെക്ടേറ്റേഴ്സ്, കാണികൾ. One was a myna and the other a jungle crow. ഇപ്പോൾ വന്ന കാഴ്ചക്കാർ ഒന്നൊരു മൈനയും മറ്റൊരു കാക്കയുമാണ്. Not the wily urban crow. അപ്പോൾ വന്നത് വൈലി എന്താണ്? നല്ല ബുദ്ധിയുള്ള വയസ്സായ കാക്കയല്ല. അർബൻ നഗരത്തിലുള്ള ബുദ്ധിമാനായ കാക്കയല്ല. They had seen these preparations for battle. ഈ പോരാട്ടത്തിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ അവർ കണ്ടിരുന്നു. And had settled on the cactus to watch the outcome. ആ വള്ളിച്ചെടിയിൽ എന്താണ്? കാക്ടസ്, കള്ളിമുൾ ചെടിയിൽ ഇതിന്റെ റിസൾട്ട് അറിയാൻ കാത്തിരുന്നു. Had they been content only to watch, all would have been well with both of them. അപ്പോൾ ഇത് കണ്ട് ഈ ബാറ്റിൽ കണ്ട് തൃപ്തരാകുമോ ഇവർ? ഹാഡ് ഒരു ഓക്സിലറി ആണ്, ഓക്സിലറി സ്റ്റാർട്ട് ചെയ്ത് സോൾവ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെ ഇത് കണ്ട് തൃപ്തരാകുമോ അവർ? The cobra stood on the defensive, swaying slowly from side to side. അപ്പോൾ നമ്മുടെ കോബ്ര സൈഡ് ടു സൈഡ് വശങ്ങളിലേക്ക് ഇങ്ങനെ ഇഴഞ്ഞ് നീങ്ങുകയാണ്. Trying to mesmerize the mongoose. അപ്പോൾ ആ മംഗൂസിനെ മെസ്മറൈസ് ചെയ്യാൻ, അട്രാക്ട് ചെയ്യാൻ, ഫാൾസ് മൂവ്മെന്റ് നടത്താൻ അത് എന്ത് ചെയ്യുന്നു? സൈഡ് ടു സൈഡ് സ്വേയിങ്, ഇഴയുകയാണ്. But the mongoose knew the power of his opponent's glassy, unwinking eyes. നമ്മുടെ മംഗൂസിന് വ്യക്തമായിട്ട് അറിയാം തന്റെ എതിരാളിയുടെ ഗ്ലാസി, തിളങ്ങുന്ന, ചലിക്കാത്ത, ഇമ വെട്ടാത്ത കണ്ണുകളുടെ പ്രത്യേകത. And refused to meet them. അതുകൊണ്ട് തന്നെ മംഗൂസ് അതിലേക്ക് നോക്കിയില്ല. Instead, he fixed his gaze at a point just below the cobra's foot. അതിനു പകരം നമ്മുടെ മംഗൂസ് പാമ്പിന്റെ പത്തിയിലെ ഒരു പോയിന്റിലേക്ക് നോക്കി. And opened the attack. മത്സരം എന്താണ് ബാറ്റിൽ തുടങ്ങി. Moving forward quickly until he was just within the cobra's reach, he made a feint to one side. പെട്ടെന്ന് മൂർഖന്റെ അടുത്തേക്ക് മംഗൂസ് വന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ആക്രമണം നടത്തി. Immediately the cobra struck. പെട്ടെന്ന് പാമ്പ് മംഗൂസിനെ കൊത്തി. His great hood came down so swiftly that I thought nothing could save the mongoose. തന്റെ വലിയ പത്തി വിടർത്തിയാണ് ശക്തിയായി മൂർഖൻ കൊത്തിയത്. ഞാൻ കരുതിയത് ഒന്നിനും ആ മംഗൂസിനെ രക്ഷിക്കാൻ പറ്റില്ലെന്നാണ്. But the little fellow jumped neatly to one side. പക്ഷേ മംഗൂസ് പെട്ടെന്ന് ഒരു സൈഡിലേക്ക് ചാടി മാറി. And darted as swiftly as the cobra. കോബ്രയെ വലിച്ചെറിഞ്ഞു. Biting the snake on the back and darting away again out of reach. അപ്പോൾ പാമ്പിന്റെ പിന്നൊരു കടിച്ചിട്ട് പാമ്പിനെ പിടിക്കാൻ പറ്റുന്ന ഡിസ്റ്റൻസിൽ നിന്നും പുറത്തേക്ക് ആര് പോയി? മംഗൂസ്. Darting away again out of reach. Move with sudden speed. പെട്ടെന്ന് അറ്റാക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് മാറിക്കളഞ്ഞു. The moment the cobra struck, the crow and the myna hurled themselves at him. അപ്പോൾ ഈ പാമ്പ് മംഗൂസിനെ അറ്റാക്ക് ചെയ്ത സമയത്ത് പെട്ടെന്ന് അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മൈനയും കാക്കയും എന്നവർ പരസ്പരം ഹാൾഡ് എന്താണ് തിരിഞ്ഞ് അവർ തമ്മിൽ കൂട്ടിമുട്ടി. Only to collide heavily in mid-air, shrieking at each other, they returned to the cactus plant. അപ്പോൾ അവർ ശക്തിയായിട്ട് അവർ പരസ്പരം കൂട്ടിമുട്ടുകയും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാതെ തിരിച്ച് ആ കാക്ടസ് പ്ലാന്റിലേക്ക് പോയിരുന്നു.